to get the life of Jesus? You have to die for Jesus every day. യേശുവിന് വേണ്ടി അനുദിനം മരിച്ചുകൊണ്ടേയിരിക്കണം. വല്ലതും പിടികിട്ടിയ? When you do like this, you will be used by God. There is a word in the book of John 13:36. യോഹന്നാന്റെ സുവിശേഷം 13:36 വായിക്കാമല്ലോ. Peter asked Jesus, Master, where you are going? You cannot accompany me where I am going now. Later you will accompany Jesus. അപ്പോൾ നമുക്ക് യേശുവിൻ്റെ വേല ചെയ്യണമെങ്കിൽ അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. പത്രോസിന് അപ്പോഴത്തെ സിറ്റുവേഷനിൽ പോകാൻ പറ്റത്തില്ല. എല്ലാം പിടികിട്ടിയ? ജീസസ് ഈസ് ഗോയിങ്, ലീവിങ് ദം. ആൻഡ് പീറ്റർ ഈസ് ആസ്കിങ്, വേർ ആർ യു ഗോയിങ് മാസ്റ്റർ? എവിടെയാണ് പോകുന്നതെന്ന് യേശുവിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. അപ്പോൾ യേശു പറഞ്ഞു, എന്താ പറഞ്ഞത്? യു ഡോണ്ട് നോ വേർ ഐ ആം ഗോയിങ്. You cannot come follow me now, later you will come. അങ്ങനെ എല്ലായിടത്തും പിക്നിക്കിന് പോകുന്ന ഒരു സ്ഥലമല്ല ദൈവവേല. എത്ര പേർക്ക് മനസ്സിലായി? കല്യാണ സ്ഥലത്ത് ആരെങ്കിലും വിളിച്ചാൽ കൂട്ടിന് ആളെ കൊണ്ടുപോകാം, വല്ലതും പിടികിട്ടിയ? പിക്നിക്കിന് വിളിക്കുകയാണ്. നമ്മൾ പാർക്കുന്ന സ്ഥലത്ത് റെസിഡൻസ് അസോസിയേഷൻ പിക്നിക്കിന് കൊണ്ടുപോവാണ്. അപ്പോൾ അടുത്ത കൂട്ടുകാരനെ കൂടെ കൊണ്ടുപോകാം, വല്ലതും പിടികിട്ടിയ? ഇത് അതുപോലെ കൊണ്ടുപോകുന്ന സ്ഥലമല്ല. പീറ്റർ വാസ് ആസ്കിങ് ജീസസ്, വേർ യു ആർ ഗോയിങ്? പത്രോസ് യേശുവിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ എവിടെ പോകുന്നു? ഞാനും വരട്ടെ എന്ന്. അപ്പോൾ യേശു എന്താ പറഞ്ഞത്? യു കനോട്ട് കം നൗ. ഇപ്പോഴും നിങ്ങൾക്ക് വരാൻ പറ്റും, പിന്നീട് വരാം, പിന്നീട് അഭിഷേകം കിട്ടും വരാമെന്നാണ് പറഞ്ഞത്. വരാൻ പിടികിട്ടിയ? How many of you understand? So there was another man who was asking Jesus, shall I follow you? അപ്പോൾ വേറൊരാൾ ഇതുപോലെ യേശുവിനോട് ചോദിച്ചു, ഞാനും കൂടെ വരട്ടെ എന്ന് ചോദിച്ചു. What Jesus said? Birds have nests, the snakes have hole. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്. മനുഷ്യപുത്രനോ? ഞങ്ങൾ പോകുന്ന സ്ഥലത്തുണ്ടല്ലോ, ഗ്യാരണ്ടി ഇല്ല എവിടെ കിടക്കുമെന്നോ ഒന്നും ഗ്യാരണ്ടി ഇല്ല. കിടന്നാൽ കിടന്ന്, ഭക്ഷണം കിട്ടിയാൽ കിട്ടി, അവിടെ പരാതി പറയാൻ പറ്റില്ല. എത്ര പേർക്ക് മനസ്സിലായി? ജീസസ് വാസ് ആസ്കിങ്, ദ മാൻ വാസ് ആസ്കിങ് ജീസസ്, ഷാൽ വി ഫോളോ യു? ഞാനും അങ്ങയുടെ കൂടെ വരട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ യേശു എന്താ പറഞ്ഞത്? പാമ്പുകൾക്കും, അത് വചനം കേട്ടിട്ടുണ്ടോ? പാമ്പുകൾക്ക് മാളമുണ്ട്, കിട്ടിയത്? പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ മണ്ണിലിടമില്ല. The snakes have holes, the birds have nests, but Son of Man has no place to rest his head. He has no place to dwell. വല്ലതും പിടികിട്ടിയ? ദൈവവേലയ്ക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ചെന്ന് പരാതി പറയാൻ പാടില്ല. ചർച്ചിൽ വന്നു കഴിഞ്ഞാൽ പരാതി പറയാൻ പാടില്ല. എത്ര പേർക്ക് മനസ്സിലായി? ഇതിന്റെ ട്രെയിനിങ് ആണ് ഇവിടെ നടക്കുന്നത്. പരാതി പറയുന്നവരെ അങ്ങോട്ട് എടുക്കത്തില്ല. വല്ലതും പിടികിട്ടിയെന്ന് അറിയത്തില്ല. ഇതാണ് ഇതിന്റെ മർമ്മം. ഇഫ് യു വാണ്ട് ടു ബി യൂസ്ഡ് ബൈ ഗോഡ്, യു ഷുഡ് നോട്ട് കംപ്ലൈൻ. Because when you are sent by God to a certain place, there won't be any facilities sometimes. എത്ര പിടികിട്ടി? ഇവിടെ വന്നിരുന്ന് അയ്യോ അത് ഇല്ല ഇതില്ല എന്ന് പറയില്ല. അയാൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വേറൊരു സ്ഥലത്ത് ദൈവം നിങ്ങളെ ഉപയോഗിക്കത്തില്ല. അതിനുള്ളൊരു ടെസ്റ്റ് ചെയ്യുന്ന സ്ഥലമാണിത്. ദ ടെസ്റ്റ് ഈസ് ഗോയിങ് ഓൺ ദ അതർ സൈഡ്. മറ്റൊരു ഭാഗത്ത് നിന്നുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് ഞാനല്ല ടെസ്റ്റ് ചെയ്യുന്നത്, യേശുവാണ് ടെസ്റ്റ് ചെയ്യുന്നത്. എത്ര പേർക്ക് മനസ്സിലായി?
I am telling everyone, you come and sing here, you come and preach here. ഞാൻ എന്നും നിങ്ങൾക്ക് ഇവിടെ ഒന്ന് പറയുന്നുണ്ട്, നിങ്ങൾ ഇവിടെ ഒന്ന് പാട്ട് പാടണം, നിങ്ങൾ ഇവിടെ ഒന്ന് വചനം പറയണം, അല്ലേ? ബട്ട് ദ ആക്ച്വൽ സെലക്ഷൻ ഈസ് ഡൺ ബൈ ജീസസ്. യേശുവാണ് നിങ്ങളെ യഥാർത്ഥത്തിൽ റിക്രൂട്ട് ചെയ്യുന്നത്. എത്ര പേർക്ക് മനസ്സിലായി? ഫോർ ദാറ്റ് യു ഡോണ്ട് വാണ്ട് ടു കം ആൻഡ് സിംഗ് ഹിയർ. ഇവിടെ വന്ന് പാടണമെന്ന് ആവശ്യമൊന്നുമില്ല. In the church where I was brought up, I never sang a song, I never preached a word. എത്ര പേർക്ക് മനസ്സിലായി? എന്നെ ഒരുക്കിയ സഭയിൽ ഒരു പാട്ട് പോലും പാടിയിട്ടില്ല, ഒരു വചനം പോലും പറഞ്ഞിട്ടില്ല. ഐ ഹാവ് നെവർ സെഡ് എനി ടെസ്റ്റിമണി. ഞാൻ സാക്ഷ്യവും പറഞ്ഞിട്ടില്ല. വല്ലതും പിടികിട്ടിയ? കണ്ണു തുറന്നൊന്ന് കേട്ടാ നല്ലത്. പ്രൈസ് ദി ലോർഡ്. എന്നെ ഒരുക്കിയ സഭയിൽ ഒരു സാക്ഷ്യം ഞാൻ പറഞ്ഞിട്ടില്ല, ഒരു പാട്ട് ഞാൻ പാടിയിട്ടില്ല, ഒരു വചനവും പറഞ്ഞിട്ടില്ല. ഉണർന്നു. ഇൻ ദ ചർച്ച് വേർ ഐ വാസ് ബ്രോട്ട് അപ്പ്, ഐ ഹാവ് നെവർ ഷെയർഡ് മൈ ടെസ്റ്റിമണി, ഐ ഹാവ് നെവർ sang എ സോങ്, ഐ ഹാവ് നെവർ പ്രീച്ച്ഡ് എ വേർഡ്. then why I did not try in that way? പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ ആ ഭാഗത്തേക്ക് അങ്ങനെ ശ്രമിക്കാതിരുന്നത്? That is not the way to get selected by Jesus. യേശുവിനാൽ തിരഞ്ഞെടുക്കേണ്ട സെലക്ഷൻ അതിലല്ല നടക്കുന്നതെന്ന് എനിക്ക് വെളിപ്പാട് കിട്ടി. എത്ര പേർക്ക് മനസ്സിലായി? വല്ലതും പിടികിട്ടിയ? ബിൽഡിങ് യുവർ ക്യാരക്ടർ, നിങ്ങളുടെ സ്വഭാവത്തെ ശുദ്ധീകരിക്കുക, അതിലൂടെയാണ് സെലക്ഷൻ അവ നടക്കുന്നത്. 2 Corinthians chapter 6 verse 3 അല്ലേ? എപ്പോഴും പറയുന്ന ഒരു വചനം ഉണ്ടല്ലോ, in order not to have complained against you. വായിച്ചോളൂ. You should not bring any accusation against you. നിങ്ങൾക്കെതിരെ ഒരു ആക്ഷേപം വരാൻ പാടില്ല. You have to show Jesus that you are a qualified servant of God. അപ്പോൾ ആരെയാ ദൈവം നാളെ ഉപയോഗിക്കുന്നത്? No one should say complaint against you. വല്ലതും പിടികിട്ടിയ? അപ്പോൾ പാസ്റ്റർ അല്ല ഒരാളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ചിലർ പാസ്റ്റർ മാത്രം പോയാൽ മതിയോ? ഞങ്ങൾ പാസ്റ്റർ അല്ല കൊണ്ടുപോകുന്നത്, യേശുവാണ് കൊണ്ടുപോകുന്നത്. യേശു കൊണ്ടുപോകണം എന്താണ്? ഒന്നും കൂടെ വായിച്ചേ. You should keep in your mind that no one should bring an accusation against you. Then only God will select you for the ministry. എത്ര പേർക്ക് മനസ്സിലായി? ഇതിനെങ്ങനെയാണ് നടക്കേണ്ടത്? മിണ്ടരുത്. In the church where I was brought up, I was silent. And people are asking why you are not responding to many people. ചില ആൾക്കാരൊക്കെ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എന്തുകൊണ്ടാണ് പ്രതികരിക്കാതിരിക്കുന്നതെന്ന് ചോദിക്കും. ചില ആൾക്കാരെ നമ്മളെ കുറ്റപ്പെടുത്തും, ചീത്ത പറയും, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ, മനുഷ്യരല്ലേ. അപ്പോഴും ഞാൻ പ്രതികരിക്കത്തില്ല. എന്താ? ഐ വിൽ നോട്ട് റെസ്പോണ്ട് ടു പീപ്പിൾ ഹു ബ്രിങ് അക്യൂസേഷൻ അഗെയിൻസ്റ്റ് മീ, ദോസ് ഹു ടോർച്ചർ മീ. വൈ? എന്തുകൊണ്ടാണ് ഞാൻ പ്രതികരിക്കാത്തത്? ഐ വാണ്ട് ടു ബി ക്വാളിഫൈഡ് ബൈ ജീസസ്. യേശു എന്നെ സെലക്ട് ചെയ്യണം. ഈ വെളിപ്പാട് എനിക്ക് സ്നാനപ്പെട്ട അന്ന് മുതലുണ്ടായിരുന്നു. ഫ്രം ദ ടൈം ഓഫ് ബാപ്റ്റിസം ഐ ഗോട്ട് ദ റെവലേഷൻ ദാറ്റ് നോ വൺ ഷുഡ് അക്യൂസ് അഗെയിൻസ്റ്റ് മീ. എനിക്കൊരു വെളിപ്പാട് കിട്ടിയത് ദേവാലയത്തിൽ മാത്രമല്ല, എൻ്റെ വീട്ടിലും, എൻ്റെ സ്വന്തം വീട്ടിലും, എൻ്റെ അയൽക്കാരുടെ ഇടയിലും, എൻ്റെ ബന്ധുക്കളുടെ ഇടയിലും ഒരാളും എനിക്കെതിരെ ഒരു വാക്ക് പറയാൻ പാടില്ല. In the place, in the church where I was brought up, among my relatives, among my colleagues, among my neighbors, and in my own family, no one should say a negative word against me. എത്ര പേർക്ക് മനസ്സിലായി? ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ പാട്ട് പാടുന്നതിലൊന്നും അവരൊന്നും ശുശ്രൂഷരാകത്തില്ല. How many of you understand? വേറൊരാൾ നിങ്ങളെക്കുറിച്ച് ഒരു അപവാദം പറയല്, ഇല്ലാത്ത കാര്യം പറയുന്നതല്ല, ഉള്ള ഫാക്ട് പറയാൻ പാടില്ല. ഉറക്കം പോയി തളർന്നു. സോ
God will use you powerfully for the kingdom when you keep the word. നിങ്ങൾ